ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. യൂണിയൻ ബാങ്കിന്റെ ATM-ൽ ചെന്ന് അവരുടെ തന്നെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാം, എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. യൂണിയൻ ബാങ്ക് ATM-ൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനമാണ്. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ യൂണിയൻ ബാങ്ക് ATM-ൽ നിന്ന് എങ്ങനെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ യൂണിയൻ ബാങ്കിൻ്റെ ഒരു ATM-ൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ATM-ൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് മെഷീനിൻ്റെ സ്ക്രീൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ATM കാർഡ് ഇൻസർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്ത് കൂടെയാണ്. ഇതിലേക്ക് നമ്മുടെ കാർഡ് എങ്ങനെ ഇൻസർട്ട് ചെയ്യണമെന്ന് ഞാൻ പിന്നെ കാണിക്കാം. അതിൻ്റെ തൊട്ടിപ്പുറത്തായി കാണുന്ന ഈ ഭാഗമാണ് മെഷീനിൻ്റെ കീപാഡ്. ഇതിലാണ് നമ്മൾ ATM കാർഡിൻ്റെ പിന്ന്, ക്യാഷ്, അക്കൗണ്ട് നമ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി കീപാഡിൻ്റെ നേരെ താഴെയായി വരുന്ന ഈ ഭാഗമാണ് മെഷീനിൻ്റെ ക്യാഷ് മൗത്ത്. ഇതിലൂടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ക്യാഷ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ ഈ ഭാഗത്ത് കൂടെയാണ് നമ്മൾ ക്യാഷ് സ്വീകരിക്കേണ്ടത്. എന്നാൽ നമുക്ക് ഇനി ക്യാഷ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം നമ്മുടെ ATM കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട്, അതായത് ആ ചിപ്പ് ഭാഗം മുകളിൽ വരത്തക്കവണ്ണമാണ് നമ്മൾ കാർഡ് പിടിക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഇൻസർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസർട്ട് ചെയ്ത ശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആകുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് കാർഡ് എടുക്കാൻ മെഷീനിൻ്റെ സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവൂ. കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്തത് തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇങ്ങനെ സ്ക്രീനിൽ വരിക. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഈ മെഷീനിൽ ഹിന്ദിയും ഇംഗ്ലീഷുമേ ഉള്ളൂ, മലയാളം ഓപ്ഷൻ ഇല്ല. എന്നാൽ യൂണിയൻ ബാങ്കിൻ്റെ ഒട്ടുമിക്ക ATM-കളിലും മലയാളം ഓപ്ഷനും വരുന്നതാണ്. അപ്പോൾ മലയാളം ഓപ്ഷനെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന വീഡിയോയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തമ്പനെയിലും ഈ വീഡിയോയുടെ അവസാനം വരുന്ന ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഭാഷ സെലക്ട് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ മെഷീൻ ടച്ച് സ്ക്രീനുമാണ്, അതേസമയം സൈഡിലായിട്ട് ബട്ടണുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബട്ടണുകളിൽ പ്രസ് ചെയ്തുകൊണ്ടും ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകൾക്ക് മുകളിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ടും ആ ഓപ്ഷനുകളെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഇംഗ്ലീഷിൽ ടച്ച് ചെയ്യുന്നു. അതിൽ ടച്ച് ചെയ്തപ്പോൾ വീണ്ടും ഇവിടെ 7 ഓപ്ഷനുകൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമതായി കാണുന്ന വിഡ്രോവൽ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് വിഡ്രോവൽ ഓപ്ഷൻ്റെ മുകളിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൽ ടച്ച് ചെയ്തപ്പോൾ ഫ്രം കറണ്ട്, ഫ്രം സേവിങ്സ് തുടങ്ങിയ 2 ഓപ്ഷനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക പേരുടെ അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും. എൻ്റെയും സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ സേവിങ്സ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. കറണ്ട് അക്കൗണ്ട് എന്നത് ബിസിനസ് അക്കൗണ്ടാണ്. അത് പ്രത്യേകം ബാങ്കിൽ ചോദിച്ച് വാങ്ങുന്ന ഒരു അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് തുടങ്ങിയവർക്ക് കറണ്ട് അക്കൗണ്ട് ആണെന്ന് അറിയാം. അവർ മാത്രം കറണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലാത്തവരൊക്കെ സേവിങ്സ് എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ആ സേവിങ്സ് എന്നതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് മെഷീനിൻ്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതേപോലെ 100 രൂപയുടെ മൾട്ടിപ്പിൾസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ബാങ്ക് ഈ മെഷീനിൽ 100 രൂപയുടെ കറൻസി ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ 100, 200, 300, 400 ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മെഷീനിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ബാങ്ക് 500 രൂപയുടെ കറൻസികളെ മെഷീനിൽ ആഡ് ചെയ്തിട്ടുള്ളൂവെങ്കിൽ 500 മുതൽ മുകളിലേക്കുള്ള അതിൻ്റെ മൾട്ടിപ്പിൾസേ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് 20,000 രൂപയാണ് വേണ്ടത്. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ ATM കാർഡ് മെഷീനിൽ ഒരു തവണ ഇൻസർട്ട് ചെയ്തിട്ട് ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ 20,000 രൂപ വരെയേ ടൈപ്പ് ചെയ്ത് കൊടുക്കാവൂ. കാരണം അത്ര രൂപയെ ഒരു ട്രാൻസാക്ഷനിലൂടെ മെഷീനിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി അതിൽ കൂടുതൽ ക്യാഷ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ആദ്യം 20,000 രൂപ വിഡ്രോ ചെയ്യുക. അതിനുശേഷം വീണ്ടും ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്ത ശേഷം
വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ 20,000 രൂപ വിഡ്രോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ATM കാർഡിന് ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റേഷൻ എത്ര രൂപയാണോ അത്രയും രൂപ പല തവണകളിലായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെഷീനിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് 20,000 രൂപ മതി. അപ്പോൾ അതിനായിട്ട് മെഷീനിന്റെ കീപാഡിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ മെഷീനിന്റെ സ്ക്രീനിൽ 20,089 രൂപയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തതായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ടൈപ്പ് ചെയ്തതാണ്. കാരണം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോഴൊക്കെ തെറ്റ് പറ്റാറുണ്ട്. നമ്പർ മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ ഒരു 0 ഒക്കെ അധികമായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് പോകും. അപ്പോൾ ആ ക്യാഷ് നമുക്ക് മെഷീനിൽ നിന്ന് ലഭിക്കുകയുമില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കറക്റ്റ്, ഇൻകറക്റ്റ് തുടങ്ങിയ 2 ഓപ്ഷനുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിച്ച ക്യാഷ് തന്നെയാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ സ്ക്രീനിലും അത് കറക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ആ ക്യാഷ് മെഷീനിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ഇതുപോലെ നമ്മൾ തെറ്റിച്ച് ടൈപ്പ് ചെയ്തു പോയാൽ നമുക്കത് തിരുത്താവുന്നതാണ്. അതിനായിട്ട് ഇവിടെ താഴെ ഇൻകറക്റ്റ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാനതിൽ ടച്ച് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഞാനതിൽ ടച്ച് ചെയ്തതും തന്നെ ആ തെറ്റായി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷ് സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഇനി എനിക്ക് കറക്റ്റായ സംഖ്യ വീണ്ടും മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കീപാഡിൽ വീണ്ടും 20,000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പം സ്ക്രീനിൽ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആ കറക്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായ സംഖ്യയാണ് നിങ്ങൾ ആദ്യം തന്നെ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കറക്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഇനി തെറ്റിച്ച് ടൈപ്പ് ചെയ്താൽ മാത്രം നിങ്ങൾ ആ ഇൻകറക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. അപ്പം ഞാൻ ആ കറക്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ അണേബിൾ ടു പ്രിന്റ് റെസിപ്റ്റ്, കണ്ടിന്യൂ വിത്തൗട്ട് റെസിപ്റ്റ് എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് മെഷീനിൽ ഇപ്പോൾ റെസിപ്റ്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ യെസിൽ പ്രസ് ചെയ്യണമെന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് ഇല്ലാതെ ക്യാഷ് വേണ്ട എന്ന അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് ആ നോ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആകുന്നതാണ്. അപ്പോൾ എനിക്ക് റെസിപ്റ്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ യെസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. എന്നാൽ മെഷീനിൽ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല കാണിക്കുക. റെസിപ്റ്റ് വേണോ വേണ്ടയോ എന്ന ചോദ്യങ്ങളാണ് വരിക. അപ്പം നോയിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് ഇല്ലാതെ ക്യാഷ് ലഭിക്കുന്നതാണ്. അല്ല, യെസിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റോടെ ക്യാഷ് ലഭിക്കുന്നതാണ്. മലയാളം ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്യാഷ് എടുക്കുന്ന വീഡിയോയിൽ മെഷീനിൽ റെസിപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഭാഗം എത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. അപ്പം ഞാൻ ആ യെസ്സിൽ പ്രസ് ചെയ്തത് തന്നെ പ്ലീസ് എൻ്റർ യുവർ പിൻ നമ്പർ എന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ATM കാർഡിൻ്റെ 4 അക്ക പിൻ അഥവാ ആ 4 അക്ക പാസ്വേഡ് കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ സ്ക്രീനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ATM കാർഡിൻ്റെ ആ 4 അക്ക പിന്ന് കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, യൂണിയൻ ബാങ്കിൻ്റെ തന്നെ ATM കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആഫ്റ്റർ പിൻ പ്രസ് ഹിയർ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പ്രസ് ചെയ്യാതെ തന്നെ നമ്മൾ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീൻ വരുന്നതാണ്. ഇപ്പോൾ ഇതാ ഇവിടെ എൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ ആ മുകളിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാതെ തന്നെ അടുത്ത സ്ക്രീൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത 20,000 രൂപയെ മെഷീൻ ഇപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിൻ്റെ കീപാഡിന് താഴെയായുള്ള ഈ ക്യാഷ് മൗത്തിലൂടെ ആ ക്യാഷ് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. ആ ക്യാഷ് ഇതുപോലെ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ മെഷീനിൽ നിന്ന് ഒരു ബീപ്പ് സൗണ്ടാണ് കേൾക്കുന്നത്. അതായത് ഇനി നമുക്ക് ATM കാർഡും പുറത്തേക്ക് എടുക്കാം എന്നുള്ള സൂചനയാണത്. അപ്പോൾ ഇനി മെഷീനിൽ നിന്ന് നമ്മുടെ ATM കാർഡ് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ക്യാഷ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പ്ലീസ് റിമൂവ് യുവർ കാർഡ് എന്ന് ചില സമയങ്ങളിൽ മെഷീനിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അങ്ങനെ കാണിക്കുകയാണെങ്കിലും അല്ല, ഈ ബീപ്പ് സൗണ്ട് കേൾക്കുകയാണെങ്കിലും നമുക്ക് ATM കാർഡ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് യൂണിയൻ ബാങ്ക് ATMയിലൂടെ ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ, ഗുഡ് ബൈ.